ഹെൽത്ത് തുടങ്ങുവാണ്. സൈക്കോളജിയിൽ ഇനി പേഴ്സണാലിറ്റിയും ഇമോഷൻസും ആണ്. അത് അങ്ങനെ 2 ടോപ്പിക്കാണുള്ളത്. അത് ചെറിയ 2 വീഡിയോസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇന്ന് അയച്ചു തരാം. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ആ വീഡിയോ കേട്ടിട്ട് ചെറിയ 2 വീഡിയോ. പിന്നെ ഇപ്പൊ ഞാൻ മെന്റൽ ഹെൽത്ത് തുടങ്ങുന്നത്. മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ആണ്. അതില് ഫസ്റ്റ് ഈ ആദ്യത്തെ പാർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ബേസിക് ആയിട്ടുള്ള കുറെ ടെർമിനോളജീസ് എല്ലാം വരുന്നതാണ് ഫസ്റ്റ് പാർട്ടില്. ആദ്യം കുറച്ച് ഇയേഴ്സ് ആണ്. ഓക്കെ, എന്നാ ഞാൻ സ്ലൈഡ് എടുത്തെടുത്ത് പോകാം. ഭവ്യക്ക് ഇട്ടേക്കാം ഞാന്. അല്ല, ഞാൻ വീഡിയോ ആയിട്ട് അയക്കുന്നുണ്ട്. ഇതും വീഡിയോ വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കുന്നത്. എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ എഴുതിയെടുക്കുക. ഇപ്പൊ മൈൽ സ്റ്റോൺസ് സൈക്കാട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് ആണ്. ഇപ്പൊ ഫസ്റ്റ് മെന്റൽ ഹോസ്പിറ്റല് 1773 അമേരിക്കയിൽ. ഫസ്റ്റ് മെന്റൽ ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക 1773. പിന്നെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓൺ സൈക്കാട്രി റിട്ടൺ ബൈ ബെഞ്ചമിൻ റഷ് ആണ്. അമേരിക്കയിലാണ് അത് എഴുതിയത്. അതുകൊണ്ട് ബെഞ്ചമിൻ റഷ് ആണ് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കാട്രി. ഓക്കെ. പിന്നെ ഷീസോഫ്രീനിയ എങ്ങനെയാണോ പലരും പല രീതിയിലാണ് പറയുന്നത്. ഷീസോഫ്രീനിയ ദ ടേം ഫസ്റ്റ് യൂസ്ഡ് ബൈ സ്വിസ് സൈക്യാട്രിസ്റ്റ് യൂജിൻ ബ്ലൂലർ. അത് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഷീസോഫ്രീനിയയുടെ ടേം ഫസ്റ്റ് യൂസ് ചെയ്തത് ആരാണ്? യൂജിൻ ബ്ലൂലർ. ആ ഇയർ 1912 ആണ്. ഇന്ത്യൻ ലൂണസി ആക്ടും 1912 ആണ്. ഇന്ത്യൻ ലൂണസി ആക്ടും ഷീസോഫ്രീനിയ എന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ വേർഡ് കോയിൻ ചെയ്തത് ആരാണെന്നുള്ള വേർഡ് കോയിൻ ചെയ്തത് യൂജിൻ ബ്ലൂലർ ആണ്. ഷീസോഫ്രീനിയ എന്ന വേർഡ് കോയിൻ ചെയ്തത് യൂജിൻ ബ്ലൂലർ ആണ്. അതിന്റെ ആക്ട് പാസ് ചെയ്തത് ഇന്ത്യൻ ലൂണസി ആക്ട് 1912 ആണ്. അമേരിക്കൻ സൈക്യാട്രിസ്റ്റ് ആയ ബെഞ്ചമിൻ റഷ് ആണ് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി. അതിന്റെ ഇയർ 1812 ആണ്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ഇയർ ബെഞ്ചമിൻ റഷ് 1812 1912. ഇനി അടുത്തത് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻസുലിൻ ഷോക്ക് ട്രീറ്റ്മെന്റ് ഫോർ ഷിസോഫ്രീനിയ. അത് 1927 ആണ്. ഇൻസുലിൻ ഷോക്ക് ട്രീറ്റ്മെന്റ് ഫോർ ഷിസോഫ്രീനിയ 1927. ECT ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് 1938. ഇതൊക്കെ ഇവിടെ ഏതെങ്കിലും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ടൈം ECT യൂസ് ചെയ്തത് 1938 പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ബോർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ 5 മെന്റൽ ഹോസ്പിറ്റൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു. അത് 1946 ആണ്. ബോർഡ് കമ്മിറ്റിയുടെ ഇയർ ഓർമ്മയുണ്ടല്ലോ. ECT ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് 1938 38. ഇൻസുലിൻ ഷോക്ക് ട്രീറ്റ്മെന്റ് 19 എഴുതിയെടുക്കുന്നുണ്ടോ അതോ പറഞ്ഞു പോകാനാണോ? മാഡം എഴുതിയെടുക്കാം, അല്ലെ പിന്നെ ഞാൻ ഇതിന്റെ പുറകെ ഇരിക്കണം. ഓക്കെ. അപ്പം ഫസ്റ്റ് മെന്റൽ ഹോസ്പിറ്റൽ 1773 ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓൺ സൈക്യാട്രി റിട്ടൺ ബൈ ബെഞ്ചമിൻ റഷ്. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി ആണ് ബെഞ്ചമിൻ റഷ്. അതിന്റെ ഇയർ ഏതാണ്? 1812 ആണ്. ഷിസോഫ്രീനിയയും ടേം കോയിൻ ചെയ്ത് യൂജിൻ ബ്ലൂലർ ആണ്. ഇന്ത്യൻ ലൂണസി ആക്ടിന്റെ ഇയർ 1912 ആണ്. ഇത് രണ്ടും 1912 ആണ്. ഇൻസുലിൻ ഷോക്ക് ട്രീറ്റ്മെന്റ് 1927 ആണ്. ECT 1938 ആണ്. പിന്നെ ബോർഡ് കമ്മിറ്റി റെക്കമെൻഡേഷനിൽ 5 ഹോസ്പിറ്റൽസ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തു. അല്ലെങ്കിൽ അതിനുള്ള 5 മെന്റൽ ഹോസ്പിറ്റൽസിനുള്ള പ്ലാൻ പറഞ്ഞത് ബോർഡ് കമ്മിറ്റി റെക്കമെൻഡേഷനിലാണ്. അത് 1946 അടുത്തത് ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി. അതിന്റെ ഇയർ 1947 ആണ്. 1947 ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി ഫോം ചെയ്തത്. 47. പിന്നെ ഫസ്റ്റ് ടൈം ലിഥിയം യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് മാനിയ. ലിഥിയം ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് 1949 ലിഥിയം വാസ് യൂസ്ഡ് ഫസ്റ്റ് ടൈം ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് മാനിയ 1949. പിന്നെ ഫസ്റ്റ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ് ക്ലോർപ്രമാസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1952 ക്ലോർപ്രമാസിൻ ഫസ്റ്റ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ് ആണ് ക്ലോർപ്രമാസിൻ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1952. ലിഥിയം 49, ക്ലോർപ്രമാസിൻ 52.
പിന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നിംഹാൻസിൽ 1 year പോസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ സൈക്യാട്രിക് നഴ്സിംഗ്, അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരുന്നാൽ മതി. 1956 പിന്നെ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സെന്റേഴ്സ് ആക്ട് 1963. പിന്നെ കമ്മ്യൂണിറ്റി INC ഒരു INC ഹാഡ് മെയ്ഡ് സൈക്യാട്രിക് നഴ്സിംഗ്, BSc നഴ്സിംഗിൽ സൈക്യാട്രിക് നഴ്സിംഗ് കമ്പൽസറി ആയിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞത്, കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് 1965 മുതലിയാർ കമ്മിറ്റിയുടെ ആ ഒരു ടൈമിലാണ്. പിന്നെ MSc നഴ്സിംഗിൽ സൈക്യാട്രിക് നഴ്സിംഗ് ഒരു ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് വന്നത് RAK നഴ്സിംഗ് കോളേജിലാണ്. RAK അത് 75 പിന്നെ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഇൻ ഇന്ത്യ 1982 ഈ റെഡിൽ കൊടുത്തേക്കുന്നതെല്ലാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ അവിടെ 1947 ജനുവരി എന്ന് എഴുതിയിട്ടുള്ളതാ. കാരണം അങ്ങനെയായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോ ഒരു മന്തും കൂടെ കൊടുത്തി തന്നിട്ടേ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാം. ജനുവരി 1947, മാർച്ച് 1947, ജനുവരി 1937 അങ്ങനെയൊക്കെ. അപ്പോ ആ രീതി ചോദിച്ചിട്ടുള്ളതാണ്. ജനുവരി 1947. ലിഥിയം ഫസ്റ്റ് 49 ആണ്. ലിഥിയം ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് 1949 ക്ലോർപ്രമാസിൻ 1952 ക്ലോർപ്രമാസിൻ 1952 ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി എന്നാണ് 1947 ജാനുവരി. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം 1982. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ലേ? ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് ജസ്റ്റ് എഴുതിയത് INC ഇൻക്ലൂഡഡ് സൈക്യാട്രിക് നഴ്സിംഗ് ഇൻ ജനറൽ നഴ്സിംഗ് കരിക്കുലത്തിൽ വന്നത് 1986. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് എന്നാണ് പാസ് ചെയ്തത്. ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് 1987. ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് 1987. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം 1982. NMHP നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം 1982. ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് വന്നത് 1987. പിന്നെ സ്കൂൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ആയിട്ട് ICDS പ്രോഗ്രാമില് സ്കൂൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അംഗൻവാടിയിൽ നടത്താനായിട്ട് പറഞ്ഞത് 1990. പിന്നെ നിംഹാൻസില് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് നഴ്സസ് ഫോം ചെയ്തു. ഇപ്പൊ നിംഹാൻസിന്റെ ഒക്കെ എക്സാം ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ആ ലെവലിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കും. 1991 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് നഴ്സസ് ഫോംഡ് അറ്റ് നിംഹാൻസ്. പിന്നെ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം അത് 9th 5-year പ്ലാനിലാണ്. ബെല്ലാരി മോഡലാണ് അതിന്റെ ഒരു ബേസിലാണ് അത് ഫോം ചെയ്തത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം 1996 ഏത് 5-year പ്ലാൻ ആണെന്ന് ചോദിക്കും. 9th 5-year പ്ലാൻ ആണ്. മോഡൽ ബെല്ലാരി മോഡൽ. പിന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് നാഷണൽ മെന്റൽ ഹെൽത്ത് പോളിസി was prepared in late 2001 and came into existence in 2003. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക. ഇവിടെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഇയർ 1982. പിന്നെ ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് പാസ് ചെയ്തത് 1987. ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം 1996 അത് 9th 5-year പ്ലാനിന്റെ ബേസിൽ ബെല്ലാരി മോഡലാണ്. ആഡ് ചെയ്യാനുണ്ട്, ഒരു ഇയറും കൂടെ ഉണ്ട്. ഇൻ ഇന്ത്യ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇന്ത്യ. മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് നമ്മൾ ഇവിടെ പറഞ്ഞത് മെന്റൽ ഹെൽത്ത് ആക്ട് എന്നുള്ളതായിരുന്നു. അതായിരുന്നു 1987. ഇത് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട്. അത്
2017 7th April 2017. 7th April 2017 and it came into force on 7th July 2018. 7th April 2017 came into force on 7th July 2018. അത് പറയാൻ കാരണം അത് എഴുതിയില്ലേ 7th July 2018 തന്നെയല്ലേ ഫോഴ്സ് ഓൺ അത് പാസ്സാക്കിയെങ്കിൽ അത് നടപ്പിലാക്കിയത് 7th July 2018. പിന്നെ അത് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് 1 year മുമ്പ് നടന്ന ഒരു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ഇൻ ഇന്ത്യ മെന്റൽ ഹെൽത്ത് ESI ഹോസ്പിറ്റലിലേക്കുള്ള എക്സാമിന് നടത്തിയതാണ്. ഇൻ ഇന്ത്യ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് വാസ് പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് May 2014 അങ്ങനെ വിത്ത് മന്ത് ആണ് ചോദിച്ചിരുന്നത്, മന്തും ഡേറ്റും കൂടെ. പക്ഷെ അതിൽ 2014 ആയിരുന്നു, 17 വന്നിട്ടില്ലായിരുന്നു. അവിടെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. എന്നാലും ആ ലെവലിലും ചോദിക്കുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് കെയർ ആക്ടും ചോദിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ്. ഇനി നമുക്ക് ഫാദർ ഓഫ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി നമ്മൾ എഴുതി, ബെഞ്ചമിൻ റഷ് ആണ്. പിന്നെ ഷിസോഫ്രീനിയ കോയിൻ ചെയ്തത് ആരാന്നുള്ളത് കിട്ടിയത്. ഇനി റിപ്പീറ്റ് ചെയ്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സൈക്കോ അനലൈറ്റിക്കൽ തിയറി സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്നുള്ളത് നമുക്കറിയാം. അടുത്തത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലല്ല സൈക്യാട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ്, തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മാക്സ്വെൽ ജോൺസ് ആണ്. ഇത് ലാസ്റ്റ് നമ്മൾ അതിന്റെ മാനേജ്മെന്റ് ലെവലിലൊക്കെ വരുമ്പോൾ പഠിക്കും. തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി, മാക്സ്വെൽ, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. മാക്സ്വെൽ ജോൺസ്. പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഐവാൻ പാവ്ലോവ്, ഓപ്പറാന്റ് കണ്ടീഷനിങ് BF സ്കിന്നർ. ഇതെല്ലാം സൈക്യാട്രിയില് സൈക്കോളജിയിൽ ഒരുവിധം ഡീൽ ചെയ്തതാണ്. പിന്നെ തിയറി ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ടുവന്നത് ഹാരി എസ് സള്ളിവാൻ. മദർ ഓഫ് സൈക്യാട്രി എന്ന് പറയുന്നത് ഹിൽഗാർഡ് പെപ്ലോയാണ്. നമ്മുടെ തിയറിസ്റ്റ്. Defined the therapeutic roles of nurse in mental health in 1952. Nurse-ന്റെ therapeutic roles in mental health പറഞ്ഞത് ഹിൽഗാർഡ് പെപ്ലോയാണ്. ഫസ്റ്റ് സൈക്യാട്രിക് നേഴ്സ് എന്ന് പറയുന്നത് ലിൻഡ റിച്ചാർഡ് ആണ്. അതുപോലെ വേർഡ് സൈക്യാട്രി കോയിൻ ചെയ്തത് ജൊഹാൻ ക്രിസ്ത്യൻ റീൽ ഇൻ 1808. ഇവിടെ പുതിയതായിട്ട് വരുന്നത് അമേരിക്കൻ സൈക്യാട്രി ഫാദർ ബെഞ്ചമിൻ റഷ്. ഷിസോഫ്രീനിയ കോയിൻ ചെയ്തത് യൂജിൻ ബ്ലൂലർ ആണ്. തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി മാക്സ്വെൽ ജോൺസ് ആണ്. തിയറി ഓഫ് IPR ഹാരി എസ് സള്ളിവാൻ. മദർ ഓഫ് സൈക്യാട്രി ഹിൽഗാർഡ് പെപ്ലോ. ഫസ്റ്റ് സൈക്യാട്രിക് നേഴ്സ് ലിൻഡ റിച്ചാർഡ്. വേർഡ് സൈക്യാട്രി കോയിൻ ചെയ്തത് ജൊഹാൻ ക്രിസ്ത്യൻ റീൽ ഇൻ 1808. ഇനി അടുത്ത് നമുക്ക് ഡെഫിനിഷൻ ആണ്, മെന്റൽ ഹെൽത്തിന്റെ ഡെഫിനിഷൻ ആണ്. Adjustment of the human being to the world and to each other with the maximum effectiveness, happiness. ഈ രണ്ടാമത്തെ എഴുതിയാലും മതി. It is a positive state of mind which enables a person to function well in the society. ഇനി മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സയൻസ് ആയിട്ടാണ്. സയൻസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് മെന്റൽ ഹെൽത്ത് ആൻഡ് പ്രിവെന്റിംഗ് ഇൽനെസ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് ഓഫ് പ്രൊമോട്ടിംഗ് മെന്റൽ ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഇൽനെസ്. സയൻസ് ഓഫ് പ്രൊമോഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഇൽനെസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡിക്കേറ്റേഴ്സ് ഓർ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹെൽത്തും ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തേക്കുക. 6 ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെന്റൽ ഹെൽത്ത് ആണ് ജഹോദ പറയുന്നത് 1958. എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സെൽഫ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് എബിലിറ്റി ടു അച്ചീവ് സെൽഫ് ആക്ച്വലൈസേഷൻ, ഇന്റഗ്രേഷൻ, ഓട്ടോണോമി, accurate perception of reality, environmental mastery. Indicators of concept of mental health 6 types ആണുള്ളത്. Positive attitude towards self, growth, development and self actualization, integration, autonomy, accurate perception. Perceptionൽ distortions വരുമ്പോഴാണ് ഇല്യൂഷൻ, ഹാലുസിനേഷൻ അങ്ങനെയുള്ള ടെർമിനോളജീസ് ഒക്കെ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പെർസെപ്ഷൻ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർമ്മയുണ്ടോ?
നമ്മള് സെൻസ് ചെയ്ത സാധനത്തിനെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് പെർസെപ്ഷൻ. നാളെ എക്സാമിന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെന്റലി ഹെൽത്തി പേഴ്സൺ, ഇതും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എബിലിറ്റി ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ്, സെൻസ് ഓഫ് പേഴ്സണൽ വർത്ത് ഓൺ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, sense of personal security, responsibility, emotional maturity, well balanced with work, rest and recreation, live in the world of reality. Just points ആയിട്ട് എഴുതിയിട്ടാലും മതി. Sense of responsibility, emotional maturity, അങ്ങനെ പോയിന്റ്സ് ഞാൻ ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത്. ഇതും കൂടെ ഡെഫിനിഷൻ ഓഫ് മെന്റൽ ഇൽനെസ്, ഇമ്പയർമെന്റ് ഇൻ ദ മെന്റൽ ഫംഗ്ഷനിങ്, അവിടെ നിന്നൊക്കെ എഴുതിയാൽ മതി. ഇമ്പയർമെന്റ് ഇൻ മെന്റൽ ഫംഗ്ഷനിങ് ഡ്യൂ ടു ദ സോഷ്യൽ, സൈക്കോളജിക്കൽ, ജനറ്റിക്, ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ disturbances. സ്ലൈഡ് കാണും. Impairment in mental functioning due to social, psychological, genetic, physical, chemical or biological disturbance. In a psychiatry, medical specialty concerned with the study, diagnosis, treatment and prevention of mental abnormalities. ഇനി അങ്ങോട്ട് കുറച്ച് ടെർമിനോളജീസ് ആണ്. അത് സ്ഥിരം നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എല്ലാ ടെർമിനോളജീസും ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ടെർമിനോളജീസ് റിലേറ്റഡ് ടു തിങ്കിങ്, പെർസെപ്ഷൻ, അങ്ങനെ ഓരോ. ഇതടുത്ത് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചേക്കാം. ടെർമിനോളജീസ് ഫസ്റ്റ് ഡിസോർഡേഴ്സ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഡിസോർഡേഴ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ക്ലൗഡഡ് കോൺഷ്യസ്നെസ്, ക്ലൗഡഡ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫോഗ് എന്ന് പറയും. അതായത് ഡിമൈന്യൂഷൻ ഓഫ് അലേർട്ട്നെസ്, അലേർട്ട്നെസ് കുറയുന്നത്, അലേർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അതാണ് ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് വരുന്ന ബ്രെയിൻ ഫോഗ് എന്ന് പറയും. പിന്നെ കൺഫ്യൂഷൻ, ഇൻഎബിലിറ്റി ടു തിങ്ക് ക്ലിയർലി, അതാണ് കൺഫ്യൂഷൻ, ഇൻഎബിലിറ്റി ടു തിങ്ക് ക്ലിയർലി. പിന്നെ ജസ്റ്റ് സ്ക്യൂപ്പർ, മ്യൂട്ട് അല്ലെങ്കിൽ മോഷൻലെസ് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് ഒരു ഇമ്മൊബൈൽ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ബട്ട് ഫുള്ളി ലുക്ക് കോൺഷ്യസ്, കോൺഷ്യസ് ആണെങ്കിലും കോൺഷ്യസ് ആയിട്ടിരുന്നാലും അനങ്ങാതെ അൺറെസ്പോൺസീവ് ആയിട്ടിരിക്കുന്നതാണ് സ്ക്യൂപ്പർ, മ്യൂട്ട്, മോഷൻലെസ്. പിന്നെ കോമ, കോമ എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് സ്റ്റേറ്റ് ഓഫ് നോൺ റെസ്പോൺസീവ്നെസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഇപ്പൊ സ്റ്യൂപ്പർ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആയിട്ടിരിക്കും. കോമ എന്ന് പറഞ്ഞാൽ ഇത് അൺകോൺഷ്യസ് ഫോമിലാണ് വിത്ത് നോ റെസ്പോൺസീവ്നെസ്. സ്റ്യൂപ്പർ ഓർ മ്യൂട്ട് അല്ലെങ്കിൽ മോഷൻലെസ്സിൽ പേഷ്യന്റ് ലുക്ക് കോൺഷ്യസ് ബട്ട് ദേ റിമെയിൻ ഇമ്മൊബൈൽ. കോമ വിജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമ തന്നെ പക്ഷെ ഐസ് ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ് കോമ വിജിൽ. അങ്ങനെ കിടക്കുന്നതാണ്. സൊംനോലൻസ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ് ആണ് സൊംനോലൻസ്. ഈ സൊംനോലൻസ് അതൊക്കെ ഈ കോൺഷ്യസ്നെസ്സിൽ വരാൻ കാരണം അതൊക്കെ ഓരോ കോൺഷ്യസ്നെസിന്റെ ഓരോ മാനിഫെസ്റ്റേഷനിൽ വരുന്നതാണ്. ക്വാളിറ്റേറ്റീവ്ലി വരുന്ന ഓരോ ചേഞ്ചസ് ആണ്. ഈ കോൺഷ്യസ്നെസിന്റെ ഡിഫറൻസ് വരുന്നതനുസരിച്ച് ചിലപ്പോ ചിലര് കുറെ നേരം ഡേയിൽ കിടന്നുറങ്ങുക. അപ്പൊ അതെല്ലാം അതുകൊണ്ടാണ് ഇതിന്റെ ഡിസോർഡറിന്റെ കീഴിൽ വരുന്നത്. അതായത് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ് കോൺഷ്യസ്നെസ്സിൽ വരുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ഡിസോർഡറിൽ വരുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ് ഇതെല്ലാം ഈ സൊംനോലൻസ്. ക്ലൗഡഡ് കോൺഷ്യസ്നെസ് എഴുതിയോ? എഴുതി. ക്ലൗഡഡ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫോഗ് ആണ്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻഎബിലിറ്റി ടു തിങ്ക് ക്ലിയർലി, കൺഫ്യൂസ്ഡ് ആണ്, തിങ്ക് ക്ലിയർലി. സ്യൂപ്പർ അല്ലെങ്കിൽ മ്യൂട്ട് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആണ്. നമ്മളിപ്പോ ഫോണിലൊക്കെ ആണെങ്കിൽ മ്യൂട്ട് ആയിട്ടിരിക്കും. നമ്മൾ കോൺഷ്യസ് ആണ് പക്ഷെ നമ്മൾ മ്യൂട്ടിലായി പോകുന്നത്, അങ്ങനെയല്ലേ? അപ്പൊ ആ ഒരു ഇതിൽ ഓർപ്പിക്കും. മ്യൂട്ട് അല്ലെങ്കിൽ മോഷൻലെസ് അല്ലെങ്കിൽ സ്യൂപ്പർ എന്ന് പറഞ്ഞാൽ ആള് കോൺഷ്യസ് ആണ് പക്ഷെ മിണ്ടാതിരിക്കുന്നു. കോമയിലാണെങ്കിൽ അൺകോൺഷ്യസ്ലി റെസ്പോൺസീവ് ഇല്ലാതിരിക്കുന്നതാണ്, അൺകോൺഷ്യസ്ലി പോകുന്നതാണ് കോമ. കോമ വിജിലില് കണ്ണ് ഐസ് ഓപ്പൺ ആയിട്ടിരിക്കും. കോമ സ്റ്റേറ്റില് ഐസ് ഓപ്പൺ ആയിട്ടിരിക്കും. സൊംനോലൻസ് എന്ന് പറയുമ്പോൾ ഡേ ടൈം
സ്ലീപ്പിനെസ്, എക്സസീവ് ആയിട്ടുള്ള ഡേ ടൈം സ്ലീപ്പിനെസ്. അതിന്റെ ബാക്കി കുറച്ച് മാനിഫെസ്റ്റേഷൻസ് ആണ്. ഡെലീറിയം ഈ കോൺഷ്യസ്നസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സ്റ്റേറ്റ് ഓഫ് ഇംപെയർഡ് കോൺഷ്യസ്നസ് വിത്ത് ഗ്ലോബൽ ഡിസ്റ്റർബൻസസ് ഓഫ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. Dissociation is a reversible and temporary alteration in the integrative function of consciousness and identity. അതായത് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി മറന്നു പോകുന്നു, അതാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് വിച്ച് ദ പേഷ്യന്റ് ഹാസ് നോ മെമ്മറി ഓഫ് ഹിസ് പ്രീവിയസ് ഐഡന്റിറ്റി ഓർ ഇവന്റ്സ് ഓഫ് ദാറ്റ് പീരീഡ്. A patient has no memory of his previous identity. ഐഡന്റിറ്റി ഓർമ്മയില്ലാതെ വരുന്നതാണ് ഡിസോസിയേഷൻ. ഡിസോസിയേറ്റീവ് ഫ്യൂജ് എന്ന് പറഞ്ഞാല് ഐഡന്റിറ്റിയും ഓർമ്മയില്ല, അതുപോലെ തന്നെ ആള് വാണ്ടറിങ് അവേ ഫ്രം ഹോം കൂടെ കാണും. ഐഡന്റിറ്റി ഇല്ല, എന്നിട്ട് പുതിയൊരു ഐഡന്റിറ്റി ചിലപ്പോൾ അസ്യൂം ചെയ്യും, പ്ലസ് വാണ്ടറിങ് അവേ ഫ്രം ഹോം, വീട്ടിൽ നിന്നും പോകുന്നു, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നു. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഡിസോസിയേറ്റീവ് ഫ്യൂജ്. ഇപ്പൊ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാല് ഐഡന്റിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ അത് ഓൾട്ടേർഡ് ആവുന്നതാണ്, അതിനെപ്പറ്റിയുള്ള അവയർനെസ് ഇല്ലാതാവുന്നതാണ് ഡിസോസിയേഷൻ. ഡിസോസിയേറ്റീവ് ഫ്യൂജ് എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി ലോസ് ആവുന്നു, പ്ലസ് അല്ലെങ്കിൽ ഓർമ്മയില്ലാതാവുന്നു, അതിന്റെ കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് പോകുന്നു, എങ്ങോട്ടെങ്കിലും ഒക്കെ ഇറങ്ങി പോകുന്നു, വാണ്ടറിങ് അവേ ഫ്രം ഹോം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഡിസോസിയേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഡിസോസിയേറ്റീവ് ഫ്യൂജ്. പിന്നെ ഡെലീറിയവും ഡിമെൻഷ്യ ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കൂടെ നോക്കാം. ഇവിടെ ഒരു പോയിന്റും കൂടെ എഴുതിക്കുള്ളൂ, ട്വിലൈറ്റ് സ്റ്റേജ്. ട്വിലൈറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് സെൻസോറിയം, അതായത് കോൺഷ്യസ്നസ് ഓൾട്ടേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ പെർസെപ്ഷൻസും ഫെയിന്റ് ആൻഡ് ഇൻഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും ട്വിലൈറ്റ് സ്റ്റേറ്റിൽ. നമ്മുടെ പെർസെപ്ഷനും കൂടെ ഓൾട്ടേർഡ് വീക്ക് ആകുന്നതാണ് ട്വിലൈറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് അപ്പൊ ഇത്രയുമാണ് ഡിസോർഡേഴ്സ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ക്ലൗഡഡ് കോൺഷ്യസ്നസ്, കൺഫ്യൂഷൻ, സ്യൂപ്പർ അല്ലെങ്കിൽ മ്യൂട്ട്, മോഷൻലെസ്, പിന്നെ കോമ വിജിൽ, സൊംനോലൻസ്, ഡെലീറിയം, ഡിസോസിയേഷനിൽ ഐഡന്റിറ്റി ആണ് പറയേണ്ടത്, നോ ഐഡന്റിറ്റി, ലോസിംഗ് ദ ഐഡന്റിറ്റി, ഫ്യൂജ്, ലോസിംഗ് ദ ഐഡന്റിറ്റി പ്ലസ് വാണ്ടറിംഗ്. ഒരു പടമില്ലേ, ശോഭനയ്ക്ക് ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന ആക്സിഡന്റ് കഴിഞ്ഞു, അത് വെച്ച് ഡിസോസിയേഷൻ അത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ട്വിലൈറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസിയന്റ് സ്റ്റേറ്റ് ഓഫ് ഓൾട്ടേർഡ് സെൻസോറിയം ഡ്യൂറിംഗ് വിച്ച് പേഷ്യൻസ് പെർസെപ്ഷൻസ് ആർ ഫെയിൽഡ്. അടുത്തത് ഡിസോർഡേഴ്സ് ഓഫ് പെർസെപ്ഷൻ ആണ്. ഡിസോർഡേഴ്സ് ഓഫ് പെർസെപ്ഷൻ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇല്യൂഷനും ഹാലുസിനേഷനും ആണ്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ ഓഫ് റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ട്, ആ ഒരു സ്റ്റിമുലസിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, റോപ്പ് കിടക്കുന്നു, നമുക്കത് പാമ്പാണെന്ന് തോന്നുന്നു, സ്നേക്ക് ആയിട്ട് തോന്നുന്നു, അപ്പൊ അതാണ് ഇല്യൂഷൻ എക്സാമ്പിൾ. മിസ് പെർസെപ്ഷൻ ഓഫ്, അവിടെ പെർസെപ്ഷൻ എന്ന ടേം ഉണ്ടെങ്കിൽ എന്തായാലും ഇല്യൂഷൻ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് ഇല്യൂഷനും ഹാലൂസിനേഷനും ഡെലൂഷനുമാണ്. ഇല്യൂഷനും ഹാലൂസിനേഷനും പെർസെപ്ഷനിൽ വരുന്ന ഡിസോർഡേഴ്സ് ആണ്. ഡിസോർഡേഴ്സ് ഓഫ് പെർസെപ്ഷൻ ആണ് ഇല്യൂഷനും ഹാലൂസിനേഷനും. നമ്മൾ കാണുന്ന സെൻസ് ചെയ്യുന്ന കാര്യത്തിനെ നമ്മൾ ഓൾട്ടേർഡ്, നമുക്ക് കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണല്ലോ പെർസെപ്ഷനിൽ വരുന്ന ഡിസോർഡർ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, പെർസെപ്ഷന്റെ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ട്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഒന്നുമില്ല, നമുക്ക് തോന്നലുകളായിരിക്കും. ഇത് രണ്ടും ഇത് പല രീതിയിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കും, നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണേ. ഫോൾസ് സെൻസറി പെർസെപ്ഷൻ എക്സ്പീരിയൻസ്ഡ് വിതൗട്ട് റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ്. അടുത്തത് ടൈപ്സ് ഓഫ് ഹാലൂസിനേഷൻ ആണ്. ഓഡിറ്ററി ഉണ്ട്, വിഷ്വൽ ഉണ്ട്, ഗസ്റ്റേറ്ററി, ടാക്ടൈൽ, ഓൾഫാക്ടറി. ഓഡിറ്ററിയിൽ നമ്മൾ എന്തെങ്കിലും നോയ്സസ്, സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് ശരിക്കും ഇല്ല, നമുക്ക് തോന്നുന്നു, അങ്ങനെയുള്ളത് ഓഡിറ്ററി ഹാലൂസിനേഷൻ. വിഷ്വല് ആരെങ്കിലും ഒക്കെ ഒബ്ജക്റ്റിനെ, പേഴ്സണെ നമ്മൾ കാണുന്നു, ആക്ച്വലി വിച്ച് ഇസ് നോട്ട് പ്രസന്റ്. അതുപോലെ ടേസ്റ്റ് നമുക്ക് സെൻസ് ചെയ്യുന്നു, വിച്ച് ഇസ് നോട്ട് പ്രസന്റ് ആയിട്ടുള്ള ടേസ്റ്റ്. അപ്പൊ ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ അഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? ടേസ്റ്റ് ബഡ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അഫക്ട് ടേസ്റ്റ് ബഡ്സ്. ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻ അഫക്ട് ഐസ്, എന്താ പറയാ,
പിന്നെ ഇയേഴ്സ്, ടേസ്റ്റ് ബഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ടേം സ്കിൻ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. അത് എന്തായാലും ഐസ് ആൻഡ് ഇയേഴ്സ് എന്നല്ല, പക്ഷെ ഈ ടാക്ടൈൽ ഇതും കൂടെ തെറ്റിപ്പോകരുത്. എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ബഡ്സിനെയാണ് ഗസ്റ്റേറ്ററി ഹാലുസിനേഷൻ. പിന്നെ ടാക്ടൈൽ ഹാലുസിനേഷൻ വരുന്നത് ടച്ചിലാണ്. ഈ ഇഫക്ട് ഇതുപോലെ വരുന്നത്, ആരോ ടച്ച് ചെയ്യുന്ന ഫീലിങ്സ് അങ്ങനെയൊക്കെ വരുന്നത് ടാക്ടൈൽ ഹാലുസിനേഷൻ ആണ്. അത് മെയിൻ ആയിട്ട് കാണുന്നത് കൊക്കൈൻ ഇൻടോക്സിക്കേഷനിലാണ് കാണുന്നത്. ഓഡിറ്ററി, വിഷ്വൽ, ഗസ്റ്റേറ്ററി, ടാക്ടൈൽ ആൻഡ് ഓൾഫാക്ടറി. ഓൾഫാക്ടറി ഹാലുസിനേഷൻ കാണുന്ന ഓർഗാനിക് ബ്രെയിൻ ഡിസോർഡേഴ്സിലാണ്. അതും നോട്ട് ചെയ്യണേ. അപ്പം ഓഡിറ്ററി ഉണ്ട്, വിഷ്വൽ. ഓഡിറ്ററി ഹാലുസിനേഷന്റെ അവിടെ ഇറ്റ്സ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹാലുസിനേഷൻ. കോമണസ്റ്റ് ടൈപ്പ് ആണ് ഓഡിറ്ററി ഹാലുസിനേഷൻ. കോമൺ ടൈപ്പ് ആണ്. പിന്നെ കോമൺലി സീൻ ഇൻ സ്കിസോഫ്രീനിയ, ആൽക്കഹോൾ വിത്ഡ്രോവൽ, ഇതിലെല്ലാം കാണുന്നത് ഓഡിറ്ററി ഹാലുസിനേഷൻ ആണ്. ഇനി ടൈപ്സ് ഓഫ് ഓഡിറ്ററി ഹാലുസിനേഷൻ, ടൈപ്സ് ഓഫ് ഓഡിറ്ററി ഹാലുസിനേഷൻ. ഫസ്റ്റ് സെക്കൻഡ് പേഴ്സൺ ഹാലുസിനേഷൻ ഉണ്ട്, തേർഡ് പേഴ്സൺ ഹാലുസിനേഷൻ, തോട്ട് എക്കോ. സെക്കൻഡ് പേഴ്സൺ ഹാലുസിനേഷൻ എന്ന് പറയുമ്പോൾ വോയിസസ് സ്പീക്കിംഗ് ടു ദ പേഴ്സൺ അഡ്രസ്സിംഗ് ഹിംസെൽഫ് ആസ് യു. നമ്മളെ പറ്റി എന്താ പറയുന്നതായിട്ടുള്ള വോയിസസ് കേൾക്കുന്നു, അതാണ് സെക്കൻഡ് പേഴ്സൺ. നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റി ആരെങ്കിലും പറയുന്നതായിട്ട് കേൾക്കുന്നു, അതാണ് സെക്കൻഡ് പേഴ്സൺ ഹാലുസിനേഷൻ. തേർഡ് പേഴ്സൺ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ആരൊക്കെയോ നമ്മളെ പറ്റി സംസാരിക്കുന്നതായിട്ട്. അപ്പൊ ആക്ച്വലി എന്താ ഡിഫറൻസ്? അതായത് ഇത് നമ്മളോട് സംസാരിക്കുന്നു, ഓഹോ, നമ്മളോട് സംസാരിക്കുന്നതാണ്. അല്ല വേറെ രണ്ടുപേര് നമ്മളെ പറ്റി പറയുന്നതായിട്ട് തോന്നുന്നത് തേർഡ് പേഴ്സൺ. തോട്ട് എക്കോ ആണ് മൂന്നാമത്തെ ടൈപ്പ്. അത് ഹിയറിംഗ് വൺസ് ഓൺ തോട്ട്സ് സ്പോക്കൺ അലൗഡ്. നമ്മുടെ തന്നെ ചിന്തകൾ ഇങ്ങനെ ഉറക്കെ പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ തന്നെ സൗണ്ട് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ നമുക്ക് കേൾക്കുന്നതായിട്ട്, എക്കോ പോലെ നമ്മൾ കേൾക്കുന്നതായിട്ട് തോന്നുന്നതാണ് തോട്ട് എക്കോ. സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആൻഡ് തോട്ട് എക്കോ. പിന്നെ അതർ ടൈപ്സ് ഹിപ്നാഗോഗിക് ഹാലുസിനേഷൻ ഉണ്ട്, ഹിപ്നോകോംബിക്. ഇത് ഈ ഓഡിറ്ററിയിൽ വരുന്നതല്ല, അല്ലാതെ എഴുതിയാൽ മതി കേട്ടോ. ഹിപ്നാഗോഗിക് ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ ഹാലുസിനേഷൻ വെൻ ഫോളിംഗ് അസ്ലീപ്, ഉറക്കത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഹാലുസിനേഷൻ ആണ് ഹിപ്നാഗോഗിക്. ഹിപ്നോകോംബിക് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാലുസിനേഷൻ ആണ് ഹിപ്നോകോംബിക് ഹാലുസിനേഷൻ. വെൻ ഫോളിംഗ് അസ്ലീപ്പും വെൻ വേക്കിംഗ് ഫ്രം സ്ലീപ്പ്. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ വോയിസസ് സ്പീക്കിംഗ് ടു ദ പേഴ്സൺ, ആ അഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ആളോട്, ടു ദ പേഴ്സൺ ആസ് യു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളത്. തേർഡ് പേഴ്സണിൽ ടോക്കിംഗ് അബൌട്ട് ദ പേഴ്സൺ ആസ് ഹി ഓർ ഷീ എന്നുള്ള രീതിയിൽ. തോട്ട് എക്കോ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് വൺസ് ഓൺ തോട്ട് സ്പോക്കൺ അലൗഡ്. Hypnagogic hallucination is hallucination when falling asleep. Hypnocomic hallucination is hallucination when waking from sleep.